നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശ്വേത മേനോനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. നഗ്നതാ പ്രദർശനം മുതൽ അനാശാസ്യം വരെയുള്ള കുറ്റങ്ങളാണത്രേ മലയാളത്തിലെ ഈ പ്രമുഖ നടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാർട്ടിൻ മേനാശ്ശേരി എന്ന ആൾ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഒരു പരാതിയെ തുടർന്നാണ് ശ്വേത മേനോനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ശ്വേത മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. രണ്ട് സൂപ്പർ താരങ്ങളുടെയും അമ്മയിലെ വലിയൊരു വിഭാഗം താരങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് ശ്വേത മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ശ്വേത മേനോൻ പ്രസിഡന്റ് ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയും ഏറിയിരുന്നു. എന്നാൽ ഈ രണ്ട് സാധ്യതകളെയും തല്ലിത്തകർക്കാനുള്ള നീക്കമാണ് ശ്വേത മേനോനെതിരെ ഉള്ള പരാതിക്ക് പിന്നിലെന്നാണ് പലരും പറയുന്നത്. സൂപ്പർ താരങ്ങൾ പിന്തുണയ്ക്കുന്ന ശ്വേത മേനോനെ ഒരു കാരണവശാലും പ്രസിഡന്റാക്കാൻ സമ്മതിക്കില്ലെന്നുള്ള വാശിയിലാണ് അമ്മയിലെ ചില താരങ്ങൾ. പണ്ടൊക്കെ മോഹൻലാലും മമ്മൂട്ടിയിലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവിടെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥയായിരുന്നു. അമ്മയിലെ എല്ലാ അംഗങ്ങളും അത് കൈയടിച്ച് പാസ്സാക്കും. എന്നാൽ ഇപ്പോൾ സൂപ്പർ താരങ്ങൾക്കെതിരെ പോലും നീക്കങ്ങൾ അമ്മയിൽ നടക്കുകയാണ്. ബാബുരാജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നതിൽ നിന്നും തടഞ്ഞത് രണ്ട് സൂപ്പർ താരങ്ങളാണെന്നുള്ള പരാതി അമ്മയിലെ ചില അംഗങ്ങൾ ഉയർത്തിയിരുന്നു. ബാബുരാജ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ച് പത്രിക സമർപ്പിക്കുന്ന ഘട്ടമായപ്പോൾ ബാബുരാജിനെതിരെ കേസുകളുണ്ടെന്നും കേസുകളുള്ളവർ മത്സരിക്കാൻ പാടില്ലെന്നുമുള്ള ഒരു തിട്ടൂരം സൂപ്പർ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വരികയും അവരുടെ ശിങ്കടികൾ അത് അമ്മയിൽ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്രേ. ഇതേ തുടർന്ന് ബാബുരാജിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ ബാബുരാജിനെ പിന്തുണയ്ക്കുന്നവർ ഇതൊരു വലിയ പ്രശ്നമായി ഏറ്റെടുത്തു. സൂപ്പർ താരങ്ങൾ ബാബുരാജിനെ ഒതുക്കാൻ വേണ്ടി കളിക്കുകയായിരുന്നത്രേ അവർ ആരോപിക്കുന്നത്. അങ്ങനെയാണ് സൂപ്പർ താരങ്ങളുടെ പിന്തുണയോടെ വന്ന ശ്വേത മേനോനെതിരെ ഇത്തരത്തിലൊരു കേസ് പൊങ്ങി വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബാബുരാജിനെതിരെ കേസുണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണമെങ്കിൽ ശ്വേത മേനോനെതിരെയും കേസുണ്ടല്ലോ, അവരും മാറി നിൽക്കട്ടെ. ഇതാണ് സൂപ്പർ താരങ്ങളെ എതിർക്കുന്ന താരങ്ങൾ ഉയർത്തുന്ന ആവശ്യം. ഇതിൽ യഥാർത്ഥത്തിൽ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ പ്രശ്നമായി മാറുകയാണ്. അമ്മയുടെ തെരഞ്ഞെടുപ്പിനെ തന്നെ വലിയ ഒരു അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ് ഇപ്പോൾ നടന്നത്. ശ്വേതയ്ക്കെതിരെ കേസെടുത്തോടുകൂടി ഇനി അവർക്ക് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക വയ്യ. സൂപ്പർ താരങ്ങളുടെ ആഗ്രഹത്തിന് വിഘാതമായി കഴിഞ്ഞു. കാരണം സൂപ്പർ താരങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചത് ശ്വേത മേനോൻ പ്രസിഡന്റ് ആകാനും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകാനുമാണ്. എന്നാൽ ഈ രണ്ട് ആഗ്രഹങ്ങളും തച്ചു തകർക്കാൻ അമ്മയിലെ മറ്റംഗങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് അതിനുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്നുവച്ചാൽ ശ്വേത മേനോനെതിരെ ശക്തമായ നീക്കങ്ങൾ അമ്മയ്ക്കുള്ളിൽ നിന്ന് നടന്നിരുന്നു. അവർ പ്രസിഡന്റ് ആകാതിരിക്കാനും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആക്കാതിരിക്കാനുമുള്ള നീക്കങ്ങൾ അമ്മയ്ക്കുള്ളിൽ നടന്നിരുന്നു. സൂപ്പർ താരങ്ങളുടെ പിന്തുണയോടുകൂടി രംഗത്ത് വന്ന ഈ രണ്ടു പേർക്കെതിരെയും അതിശക്തമായ നീക്കങ്ങൾ അമ്മയിലെ ചില താരങ്ങൾ നടത്തി. സൂപ്പർ താരങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നാണ് അമ്മയിലെ ഈ അംഗങ്ങളുടെ നിലപാട്. ഏതായാലും ലാലിനെയും മമ്മൂട്ടിയെയും പൂട്ടിക്കെട്ടാൻ അമ്മയിലെ ചില ജൂനിയർ താരങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. സൂപ്പർ താരങ്ങളുടെ ആധിപത്യം എന്നത് അമ്മയിൽ ഇപ്പോൾ ഒരു മിഥ്യയായി കഴിഞ്ഞു. ഇനി മോഹൻലാലിനും മമ്മൂട്ടിക്കുമെല്ലാം അവിടുത്തെ സാധാരണ അംഗങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്നാണ് ഇവരിൽ പലരും അടക്കം പറയുന്നത്. ഏതായാലും ശ്വേത മേനോനെതിരെ കേസെടുത്തു കഴിഞ്ഞു. ഇനി അവർക്ക് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിർവാഹമില്ല. സൂപ്പർ താരങ്ങളുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ആഗ്രഹത്തിന് വിഘാതമായി ഇപ്പോൾ ഒരു കാര്യം അമ്മയിൽ നടന്നു കഴിഞ്ഞു. ഇനി അമ്മയുടെ തെരഞ്ഞെടുപ്പ് തന്നെ ഒരർത്ഥത്തിൽ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്.